വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ദാനധർമ്മം ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ദാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരേറ്റവും വിജയിച്ചവരാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ദാനം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അള്ളാഹു തരണം. അത് അള്ളാഹുവിനോട് ഔദാര്യം തരാൻ വേണ്ടി പറയാം. അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക് വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. പടച്ചവനെ, ഞങ്ങൾക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ പടച്ചവനെ. സമ്പത്ത്, സമ്പാദ്യം, വരുമാനം, ശമ്പളം, ഇതൊക്കെ പ്രവാസികളായ ആളുകളും നാട്ടിലുള്ളവരും എല്ലാവരും ഒരേപോലെ, എല്ലാ മനുഷ്യരും ഒരേ ഭാഷയിൽ മനസ്സിലാക്കുന്ന കാര്യം. ജീവിക്കാൻ വരുമാനം വേണം, ജോലി വേണം, കച്ചവടം വേണം. റിസ്ക് എന്നത് അള്ളാഹു നൽകാൻ ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടത് ഒന്ന് നിസ്കാരമാണ്. വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ നഹ്നു നർസുഖുക. അള്ളാഹു തആല പറയാ, വീട്ടുകാരും നിങ്ങളും നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ അള്ളാഹു തആല റിസ്ക് തരും. പിന്നെ പറഞ്ഞു ഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, മക്കളെ തരും, ആരോഗ്യം തരും. എന്ത് വേണം? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് അസ്തഗ്ഫിറുല്ലാഹ് അത്ര ചൊല്ലിയാലും മതി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അങ്ങനെ പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാറിൻ്റെ വചനങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹു സമ്പത്ത് നൽകും. മൂന്നാമത്തേത് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നിസ്കാരമാണ്, രണ്ടാമത്തെ ഇസ്തിഗ്ഫാറാണ്, മൂന്നാമത്തേത് സ്വതക്കയാണ്, ദാനധർമ്മം ചെയ്യുക. ദാനധർമ്മം മാ നഖസത് സ്വതഖത്തും മിൻ മാൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനം കൊണ്ട് ആ മനുഷ്യരൊരിക്കലും സമ്പത്തിൽ കുറവ് വരുന്നില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് ബറക്കത്താണ്. അതുകൊണ്ട് ബറക്കത്ത് അല്ലാഹു നൽകിയിരിക്കും. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വതക്ക ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആകാശങ്ങ് പോയി കിട്ടും. അള്ളാഹു എനിക്ക് പകരം തരും, എനിക്കല്ലാഹു ജസാ തരും, എനിക്കല്ലാഹു പ്രതിഫലം തരും എന്ന പ്രതീക്ഷയിൽ ഞാൻ ചെലവഴിക്കുന്നത് കൊണ്ട് എൻ്റെ സമ്പത്ത് കുറയുന്നില്ല. അതാര് പറഞ്ഞു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യണം. ആ ദാനം എനിക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. നമുക്ക് പറ്റുന്നത് കൊടുത്തേക്ക്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ കൊടുത്തേക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ എളാപ്പയുടെ മോനാണ്, വലിയ ആലിമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഖുർആൻ പണ്ഡിതൻ, നമ്മൾ കേൾക്കുന്ന സ്വഹാബിയല്ലേ. ഒരു പെണ്ണ് മഹാനവറുടെ അടുത്ത് മഹാനവർക്ക് ഒരു ഗ്ലാസ്, ഒരു കപ്പ് മൺപാത്രത്തിൽ ഇച്ചിരി കുടിക്കാൻ പറ്റുന്ന പാല് മഹാനവരുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. മഹാനവർ ഒരു പാവപ്പെട്ട ഉമ്മ കൊണ്ടുപോയി കൊടുത്തതാ. പകരം എന്തെങ്കിലും കൊടുക്കണ്ടേ? നിങ്ങൾക്കൊരാൾ ഉപകാരം ചെയ്താൽ നിങ്ങൾ അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ജസാക്കുമുല്ലാഹു ഖൈറ എന്നെങ്കിലും നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് ഉപകാരം ചെയ്തവർക്ക് നിങ്ങൾ തിരിച്ചൊരു ഉപകാരം ചെയ്തു എന്നവർക്ക് ബോധിക്കുന്ന വിധം നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഈ താഴ്വരയിൽ കിടക്കുന്ന മുഴുവൻ ആടുകളും ഉമ്മ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഒരു കപ്പ് പാലിനിപ്പോൾ ഇത്ര നൂറുകണക്കിന് ആടിനെ കൊടുക്കേണ്ട കാര്യമുണ്ട്, ഒരാട് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അഅതത്നാ അലാ ഹിസാബിഹാ ഫഅഅതൈനാഹാ അലാ ഹിസാബിനാ. ആ ഉമ്മാക്ക് കഴിയുന്നതാണ് എനിക്ക് തന്നത്. ഒരു ഗ്ലാസ് പാല് തരാൻ ഉമ്മാക്ക് പറ്റൂ. എനിക്ക് കഴിയുന്നത് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. എനിക്കിത് മുഴുവൻ കൊടുത്താലും എനിക്ക് സമ്പത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് കഴിയുന്നത് അവർ തന്നു, എനിക്ക് കഴിയുന്നത് ഞാൻ അങ്ങോട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അത്രയും കൊടുക്കാൻ കാരണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ദാനം റിസ്ക് ഉണ്ടാവാനുള്ളൊരു കാരണമാണ്. മനുഷ്യന്മാർ പിശുക്കന്മാരായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സ്വാർത്ഥത മനുഷ്യനെ വല്ലാണ്ട് വരിഞ്ഞു മുറുക്കുന്ന കാലമാണ്. കഴിവുള്ളവർ ചെയ്യണം, ഇല്ലാത്തവർ ഖൽബ് കൊണ്ടെങ്കിലും ചിന്തിക്കണം, അല്ലാഹുവേ നീ എനിക്ക് ദാനം ചെയ്യാനൊരവസരം നൽകുകയാണെങ്കിൽ, എനിക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും റബ്ബേ. അള്ളാഹുവിനോട് വഅദ ചെയ്യണം. അത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാനും റിസ്ക് കിട്ടാനും കാരണമാണ്, റിസ്ക്കിന് കാരണമാണ്. നാലാമത്തേത് ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. ഈ ആയത്ത് ഓതലാണ്. അത് രാവിലെയും വൈകുന്നേരവും 3 തവണ ഓതണമെന്ന് മഹാന്മാർ പറയാറുണ്ട്.
ബിസ്മില്ലാ അഊദു ബില്ലാഹി സൂറത്ത് തൗബയിലാണ്. അപ്പോൾ ബിസ്മില്ലാ പറ്റൂല. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ആയത്ത് മുഴുവൻ ഇങ്ങനെ വലൗ അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു വഖാലൂ ഹസ്ബുനല്ലാഹു സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. ഇതിലെ അവസാന ഭാഗം ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. അങ്ങനെ ചൊല്ലി നോക്കി. ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. ഹസ്ബുനല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾക്ക് തരാൻ നീ മതിയായവനാണ് റബ്ബേ. സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു, അല്ലാഹും അവൻ്റെ റസൂലും അവരുടെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരും. ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, ഞങ്ങൾ അല്ലാഹുലേക്ക് ആശയോടുകൂടെ ഓടുകയാണ്, പടച്ചവനെ പ്രതീക്ഷിച്ചോടുകയാണ്. ഞങ്ങൾ അല്ലാഹുവിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന ആ ഒരു ആയത്ത് റിസ്ക്കിൻ്റെ സബബായിട്ട് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ റിസ്ക് ഉണ്ടാവാൻ. അള്ളാഹു നമുക്ക് റിസ്ക്കിൽ ബറക്കത്ത് നൽകട്ടെ. 1, നിസ്കാരം കൃത്യമായി കൊണ്ട് നടക്കലാണ്. നിസ്കാരം അതിൻ്റെ അദബോടും അതിനോട് യോജിക്കുന്ന ബഹുമാനത്തോടും കൂടെ നമ്മൾ നിർവഹിക്കലാണ്. 2-മത്തേത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. 3-മത്തേത് ഉള്ളതിൽ നിന്ന് ദാനം കൊടുക്കുക. ഉള്ളതിൽ നിന്ന്, അത് 1 ദിർഹമാണെങ്കിലും കുഴപ്പമില്ല, 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ദിർഹമാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്, ദാനം ചെയ്യണം. അത് നിങ്ങളും പടച്ചവനും തമ്മിലുള്ളൊരു പിടിക്കയറാണ്. 4-മത്തേത് ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. ആ ആയത്ത് അതൊരു ദിക്റായിട്ട് രാവിലെയും വൈകുന്നേരവും പറ്റുന്നത്ര, നിങ്ങൾ പറ്റുന്നെങ്കിൽ 33 തവണ ചൊല്ലിക്കോളൂ. നിങ്ങൾക്ക് എത്രയാ പറ്റുന്നത്, 5 തവണ, 3 തവണ, 7 തവണ, 11 തവണയോ എത്രയാ നിങ്ങൾക്കുണ്ടാവുന്നത്, രാവിലെയും വൈകുന്നേരവും ആ ദിക്ർ, ആ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് പഠിച്ചു വെക്കുക. ഹസ്ബുനല്ലാഹ് വഖാലു എന്ന് തുടങ്ങുന്നുണ്ട്. വഖാലു ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് എന്ന് തുടങ്ങിയാൽ മതി. ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ.